Hi friends, welcome back to ECHUS WORLD. അപ്പോഴത്തേക്ക് എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ടിക്ടോക്ക് ഓർഡർ ചെയ്തതാണ്. ഇത് ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് എല്ലാവർക്കും അറിയാം. ടിക്ടോക്ക് ഇസ് ഫേമസ്. അപ്പോഴത്തേക്ക് ഇതാണ് ഞാൻ വാങ്ങിച്ച പൗച്ച്. ഫസ്റ്റ് ആദ്യം ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്യും. അപ്പൊ എന്താണ് ഈ പൗച്ച് എനിക്ക് ഓപ്പൺ ഇതിന്റെ ഫേവറേറ്റ് കളർ കോമ്പിനേഷൻ. നല്ല സോഫ്റ്റ് ആണല്ലേ, ഇഷ്ടപ്പെട്ടത്. ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കുറച്ച് ജെൽ പെൻ വാങ്ങിച്ചായിരുന്നു. വീണ്ടും ബ്ലൂ ജെൽ പെൻ, ഇത് ബ്ലാക്ക് ജെൽ പെൻ. പിന്നെ ഇത് എന്താണ്ട് മമ്മിയുടെ പേഴ്സ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ കുറച്ച് ടൂത്ത് ബ്രഷ് വാങ്ങിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ടെഡി ബിയേഴ്സിന്റെ. പിന്നെ അതാണ്ട് ആപ്പിച്ചക്ക് വേണ്ടി ഒരു ബെൽറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്താന്ന് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കിയാലോ. അതെന്താണ്? ക്യൂരിയോസിറ്റി. മമ്മി ഓർഡർ ചെയ്ത, പക്ഷെ മമ്മി മറന്നു. കുറേയേറെ സാധനം നമ്മൾ ഇത്തവണ ഓർഡർ ചെയ്തു. പക്ഷെ നല്ല നൂണൊക്കെ വെച്ച് നോക്കുമ്പോ നല്ല വിലക്കുറവാണ്. ആമസോണിൽ നൂണൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ. അതെന്തായിരുന്നു ചൂസേ? എനിക്ക് മനസ്സിലാവുന്നില്ല, തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച ബോട്ടില്. നമുക്കിതൊന്ന് കൊള്ളാമെന്ന് നോക്കാം. മമ്മിയുടെ സെലക്ഷനാണ്. മമ്മി ക്ലിയർ ബോട്ടിൽ വാങ്ങിക്കാൻ പറഞ്ഞു. മമ്മിക്ക് എങ്ങനത്തെയാണ് ഇഷ്ടം? ഇത് പ്ലാസ്റ്റിക്കിന്റെ ആണ്, അതുകൊണ്ട് തുടങ്ങിയില്ല. നമ്മൾ ഈ താഴേക്ക് വീണാൽ തന്നെ നല്ലതാണ്. ജ്യൂസ് ചൂടുവെള്ളം അല്ലല്ലോ കൊണ്ടുപോകുന്ന, അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഞാൻ ചൂടുവെള്ളം കൊണ്ടുപോകത്തില്ല. പിന്നെ ഞാൻ കുറച്ച് സ്കെയിൽ വാങ്ങിച്ചേ. ഇത് റൂളർന്നും പറയും, ചില ആൾക്കാർ സ്കെയിലെന്നും പറയും. നമുക്ക് അതൊന്ന് നോക്കാം. സ്കെയില് നമ്മുടേതാണ്ട് ഇതുണ്ട്. പിന്നെ ഈ ബ്ലൂ ഉണ്ട്, പിന്നെ ഈ പിങ്കും ഉണ്ട്, പർപ്പിളും ഉണ്ട്. പിന്നെ എന്റെ ഫേവറേറ്റ് കളർ പിങ്ക്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് പിങ്ക്. അമ്മ ഇതെന്തോന്നാ? അത് മറ്റേ ചൂസിന് ബെൽറ്റിന്റെ ഷോ ബെൽറ്റ് ഡ്രസ്സിന്. പിന്നെ ഇത് എന്റെ ഹെയറിലൊക്കെ നമ്മൾ ഇടാൻ വേണ്ടി വാങ്ങിച്ച കുറച്ച് ബീഡ്സ് ആണ്. കാണിച്ചത് കുറെ കളേഴ്സ് ഉണ്ട്. ഗ്രീൻ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അങ്ങനെ കുറെ കളേഴ്സ് ഉണ്ട്. ബേസിക് കുറെ കളേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ഒരു ബോക്സ് ആണ്. നമുക്ക് ലഞ്ച് ബോക്സ് തുറന്നു നോക്കാം. ലഞ്ച് ബോക്സ്. അവിടേക്ക് നമുക്ക് ഈ ലഞ്ച് ബോക്സ് ഒന്ന് ഡീപ്പായി ഇൻസൈഡ് ഒന്ന് നോക്കാം. നമ്മുടെ ഇൻസൈഡൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ ലഞ്ച് ബോക്സ് അപ്പൊ ഇവിടെ തന്നെ ഏതാണ്ട് ഒരു സ്പൂണും ഫോർക്കും നൈഫും ഇരിപ്പുള്ള ഒരു സെക്ഷൻ ഉണ്ട് മുകളില്. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ നാപ്കിൻസ് ഒക്കെ ഇവിടെ വെക്കാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യും. ഓരോന്നോരോന്ന് ലെയർ ആയിട്ടാണ്. ലെയർ ആയിട്ടാ. പിന്നെ ഏതാണ്ട് ഇതിന്റെ അകത്ത് നമ്മുടെ ടു സൈഡ് ലഞ്ച് ബോക്സ് ആണ്. ഇവിടെ നമുക്ക് ഇവിടെ മെയിൻ മീലും ലൈക്ക് അതിന്റെ അകത്ത് ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് ഉണ്ട് ഒരു ലെയർ. അതിന്റെ അകത്തും ഉണ്ട്. ഇത് നല്ല ലഞ്ച് ബോക്സ് മമ്മിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഒരെണ്ണം കൂടെ ഉള്ളു, ലാസ്റ്റ് നമ്മൾ പൊട്ടിക്കാത്തത്. ഇനി നമുക്ക് ഒന്നും കൂടെ ഉള്ളു. അപ്പൊ ഇവിടെ നമുക്ക് അത് ചൂസിന് മമ്മിയുടെ ഹെൽപ്പ് വേണല്ലേ. അത് ഇടാവുന്നതാണ്. ഇത് നമുക്ക് അടച്ചു വെക്കാം. മമ്മിക്ക് ലഞ്ച് ബോക്സ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു കളറുമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്റെ ലഞ്ച് എപ്പോഴും ഓപ്പൺ ആയി കാണാൻ പറ്റും. അതെനിക്ക് ഇഷ്ടമല്ല. ഇതിന്റെ അകത്ത് അങ്ങനെയും ഇല്ല. നമുക്ക് ഈ ലഞ്ച് ബോക്സിനെ മൈൻഡ് ചെയ്യണ്ട. ലഞ്ച് ബോക്സിനെ നമ്മളെ ഇഗ്നോർ ചെയ്യാണ്. അതിന് മമ്മിയുടെ ഹെൽപ്പ് വേണോ ചൂസിനെ? എങ്ങനെയെങ്കിലും പൊട്ടിക്കാൻ നോക്കാം. ഹെൽപ്പ് വേണമെങ്കിൽ പറയാം.
ഹെൽപ്പ് വേണം. വേണോ? അല്ല വേണ്ട. ആ ഇത് ഓയിൽ പേസ്റ്റ് അല്ലേ, ഓയിൽ പേസ്റ്റ്. ഇത് അകത്തുനിന്ന് മൊത്തം പൊട്ടിപ്പോയി ഏകദേശം. ഗൈസ് പൊട്ടിപ്പോയോ? ഡാമേജ് ആയി. ഇങ്ങനെ അല്ല അത് കവറ് മാത്രമല്ലേ, കവറ് പൊട്ടിപ്പോയി. അല്ലാതെ കുഴപ്പമില്ലല്ലോ. അല്ലാതെ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ ഈ കവറ് നല്ല സ്ട്രോങ് അല്ല. അപ്പഴത്തേക്ക് ആ മറ്റേ ഷോ ബെൽറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഷോ ബെൽറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതാണ് ഷോ ബെൽറ്റ്. സ്ട്രെച്ചബിൾ ആണിത്. സ്ട്രെച്ചബിൾ ആണ്. ഇങ്ങനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആ പിന്നെ അതാണ്ട് നമ്മള് എങ്ങനെ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പൊ നിങ്ങളെ ഞാൻ ഇതിന്റെ ഇത് ക്ലിയർ ആയി ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഇതിപ്പോ ഇങ്ങനെ ഇടുമ്പോ ഒരു ഡിസൈനോ നമ്മൾ ഇടാൻ നേരത്തെ ഒരു സിമ്പിൾ ഡിസൈൻ. പിന്നെ നമുക്ക് ഈ പൗച്ചിന്റെ ഇൻസൈഡ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത്. പൗച്ച് നല്ല സോഫ്റ്റ്, നല്ല സോഫ്റ്റ് ആണ്, നല്ല ഇൻസൈഡ് നല്ലതാണ്. പിന്നെ വേണ്ട നമുക്ക് റൂളർ ഒന്ന് പൊട്ടിച്ചു നോക്കിയാലോ. ചൂസ് ഉദ്ദേശിച്ച പെന്നാണോ? ജെൽ പെൻ അതൊന്ന് നോക്കിയേ. ജെൽ പെന് ഈ ബ്രഷ് എനിക്ക് കണ്ടിട്ട് വന്ന് കൊറിയെന്നാണ്. കാരണം കൊറിയൻ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെന്ന് പെന്നൊന്ന് നോക്കിയേ, ചൂസ് ഉദ്ദേശിക്കുന്ന പെന്നാണോന്ന്. പെന്നൊക്കെ പൊട്ടിക്കാൻ ഹെൽപ്പ് വേണോ? വേണ്ട. എഴുതി നോക്കിയേ ഉദ്ദേശിച്ചതാണോ അല്ലയോ. ആ ബൈൻഡിൽ എഴുതി നോക്ക്. ആ ടിഫിന്റെ ലഞ്ച് ബോക്സിന്റെ ബൈൻഡില് അതിലൊന്ന് എഴുതി നോക്കിയേ ചൂസ് ഉദ്ദേശിച്ചാണോ. ഇത് നല്ല ജെൽപെനാണ്. ഇതാണോ ഉദ്ദേശിച്ചത്? ബ്ലാക്കോ? ബ്ലാക്ക് ഒന്ന് നോക്കാം. പിന്നെ ഏതാണ്ട് എനിക്കൊരു ജെൽപെൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാം കേട്ടാ. നമ്മൾ കുറച്ച് ആദ്യം ഒരു പാത്രത്തിന്റെ അകത്ത് കുറെ ഇങ്ക് ഇടുക, പിന്നെ കുറച്ച് ജെല്ല് അതിന്റെ അകത്ത് ഇട്ടാൽ മതി. ജെൽ പെൻ ബ്ലാക്കും നല്ലതാണ്. ജെൽ പെന്നാണല്ലേ? ജെൽ പെനാണ്. അപ്പത്തേക്ക് നമുക്ക് ബ്ലൂവും ബ്ലാക്കും നല്ലതാണ്. പിന്നെ ബീഡ്സ് എങ്ങനെയുണ്ട്? ബീഡ്സ് ഇനി പൊട്ടിച്ചോ. തറയിൽ തന്നെ പൊട്ടിച്ചിട്ട് അത് നമുക്ക് പിന്നെ പറക്കാം. നോക്കട്ടെ, അത് ഒരെണ്ണം ഒന്ന് കാണിച്ചേ. ഇത് ഇങ്ങനെ ഇടുന്ന ബീഡ്സ് കൊള്ളാലോ. അത്യാവശ്യം നല്ലതാണ് ഈ ബീഡ്സ്. നമുക്ക് തുറക്കുകയും ചെയ്യാം, ഇങ്ങനെ ഊരുകയും ചെയ്യാം. അപ്പൊ ഇഷ്ടപ്പെട്ടോ ചൂസിന്? ഇതെല്ലാം സൂപ്പറാണ്. നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ചു നോക്കുക ടിക്ടോക്കിന്ന്. നമ്മൾ ടിക്ടോക്കിന്റെ വീഡിയോ നേരത്തെ ഓഫേഴ്സിന്റെ വീഡിയോ ഇട്ടായിരുന്നു. സത്യത്തെ ആ വീഡിയോ നിങ്ങളെ കണ്ടില്ലെങ്കിൽ നല്ല ആപ്പാണ്, എല്ലാവരും ഒന്ന് നോക്കണം. നല്ല ആപ്പാണ്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ചീപ്പും ആണ്, അത്രക്ക് എക്സ്പെൻസീവും അല്ല. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. Bye guys, bye from ECHUS, bye from ECHUS World.